കണ്ണൂർ കൊളവള്ളൂരിൽ തെരുവുനായയെ കണ്ട് ഭയന്നോടിയ 9 വയസ്സുകാരൻ കിണറ്റിൽ വീണ് മരിച്ചു. തൂവക്കുന്നിലെ മുഹമ്മദ് ഫസലാണ് മരിച്ചത്. സമീപത്തെ വീടിന്റെ ആൾമറയില്ലാത്ത കിണറ്റിലേക്കാണ് കുട്ടി വീണത്. കുട്ടിയെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിലാണ് കിണറ്റിൽ കുട്ടിയുടെ മൃതദേഹം കണ്ടത്. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ളയുണ്ട്. മിഥുൻ, എപ്പോഴാണ് സംഭവം നടന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വൈകിട്ട് 5 മണിയോടുകൂടിയാണ് ഈ ഒരു സംഭവം നടന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വൈകുന്നേരം സുഹൃത്തുക്കളുമൊത്ത് ഈ മരണപ്പെട്ട മുഹമ്മദ് ഫസൽ കളിക്കുകയായിരുന്നു. ഈ സമയത്താണ് പറമ്പിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് തെരുവുനായ ഓടിയെത്തിയത്. തുടർന്ന് ഈ കളിക്കുന്ന കുട്ടികൾ മുഴുവൻ ചിതറി ഓടുകയായിരുന്നു. ഇതിനിടയിൽ പല ആളുകളും പല ഭാഗത്തേക്കായി ഓടിയെങ്കിലും തൊട്ടടുത്തുള്ള ഒരു വീടിന്റെ പറമ്പിലേക്കാണ് ഈ മുഹമ്മദ് ഫസൽ ഓടിയെത്തിയത്. അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടിന്റെ ആൾമറയില്ലാത്ത കിണറുണ്ടായിരുന്നു. ആ കിണറിലേക്കാണ് മുഹമ്മദ് ഫസൽ വീണത്. ഇതിന് പിന്നാലെ സംഭവം കഴിഞ്ഞ് ഇവരെല്ലാരും ആ കുട്ടികളൊക്കെ തന്നെ തിരികെ വീടുകളിലേക്ക് പോയി. എന്നാൽ ഫസലിനെ കാണാതായതിനെ തുടർന്ന് വ്യാപകമായി തിരച്ചിൽ നടക്കുകയായിരുന്നു. ഈ തിരച്ചിൽ നടത്തുന്നതിനിടെ സംശയം തോന്നിയാണ് ഈ പ്രദേശത്തെ ഈ കിണർ പരിശോധിച്ചത്. ആ സമയത്താണ് ഏതാണ്ട് 8 മണിയോട് അടുപ്പിച്ചാണ് ഈ കുട്ടിയുടെ മൃതദേഹം ഈ കിണറ്റിൽ കണ്ടെത്തിയത്. തുടർന്ന് നാട്ടുകാർ ഫയർഫോഴ്സിനെ വിളിക്കുകയായിരുന്നു. ഫയർഫോഴ്സും നാട്ടുകാരും ശ്രമിച്ച് കുട്ടിയെ കിണറ്റിൽ നിന്നെടുത്ത് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. തൂവക്കുന്ന് മസ്ജിദിന് സമീപത്തെ ചേലക്കാട് ഉസ്മാൻ ഫൗസിയ ദമ്പതികളുടെ മകനാണ് മുഹമ്മദ് ഫസൽ. തൂവക്കുന്ന് LP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥി കൂടിയാണ് മുഹമ്മദ് ഫസൽ. ഏതായാലും നാടിനെ നടുക്കിയ ഒരു ദാരുണമായ സംഭവം തന്നെയാണ് ഇന്ന് വൈകിട്ട് കണ്ണൂരിൽ നടന്നിരിക്കുന്നത്. ദൃശ്യ കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. തെരുവുനായയെ കണ്ട് ഭയന്നോടിയ 9 വയസ്സുകാരനാണ് കിണറ്റിൽ വീണ് മരിച്ചത്.